അങ്ങനെ ഇനിയില്ല, ലൂണ ഇനിയില്ല. വളരെ വിഷമിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് ഇടുന്നത്. അപ്പോൾ ഇത് ഞാൻ വലിയ ക്രെഡിബിളായിട്ട് എടുക്കുന്നില്ല, പക്ഷേ ഇതൊരു ക്രെഡിബിളായിട്ട് എടുക്കേണ്ട കാര്യമാണ്. കാരണം ഒരു ഹാഷ്ടാഗ് എക്സ്ക്ലൂസീവ് എന്ന് കൂടി ഇത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയായിരിക്കും അവർ ഇടാൻ സാധ്യതയുള്ളത്. എന്തായാലും അവർ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഈസ് ലുക്കിംഗ് ഫോർ എ റീപ്ലേസ്മെന്റ് ഫോർ അഡ്രിയാൻ ലൂണ. അപ്പോൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ലൂണയ്ക്ക് ഒരു പകരക്കാരനെ കൊണ്ടുവരാൻ മാനേജ്മെന്റ് ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പറയുന്നത്. ഒരു മികച്ച പകരക്കാരന്, ഇഫ് എ ഗുഡ് റീപ്ലേസ്മെന്റ് ഈസ് ഫൗണ്ട്, ലൂണ വിൽ നോട്ട് ബി ഇൻ ദ ബ്ലാസ്റ്റേഴ്സ് നെക്സ്റ്റ് സീസൺ ആൻഡ് ദ കോൺട്രാക്ട് വിൽ ബി ടെർമിനേറ്റ് ബൈ മ്യൂച്വൽ കൺസെന്റ്. അപ്പോൾ ഇവർ രണ്ടുപേരും, മാനേജ്മെന്റും ലൂണയും തമ്മിൽ പരസ്പരം ഒരു നല്ല ഇതിലേക്ക് എത്തി കരാർ അവസാനിപ്പിക്കും എന്നാണ്. ഈ സീസൺ കഴിയാൻ നേരത്ത് ലൂണ ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാവത്തില്ല, പകരം ഒരു ഗുഡ് പ്ലെയറിനെ ബ്ലാസ്റ്റേഴ്സ് എത്തിക്കാനും കൂടിയാണ് നോക്കുന്നത്. അപ്പോൾ ലൂണ ടെർമിനേറ്റ് ചെയ്ത്, കാരണം ഇനി കോൺട്രാക്ട് 2 വർഷത്തിൽ കൂടിയുണ്ട്, ആ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് വിടും എന്നാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും വളരെ മോശമായിട്ടുള്ള ഒരു തീരുമാനമാകുമോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. അഥവാ മികച്ച ഒരു റീപ്ലേസ്മെന്റ് കൊണ്ടുവന്ന ഇത് മികച്ച ഒരു റീപ്ലേസ്മെന്റ് ആണെന്ന് പറയും. അഥവാ നല്ലൊരു റീപ്ലേസ്മെന്റ് കൊണ്ടുവന്നില്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള തീരുമാനമായി മാറും എന്നുള്ളതാണ്. എന്തായാലും കണ്ടു തന്നെ അറിയാം. സൂപ്പർ കപ്പിലുള്ള പെർഫോമൻസ് മറ്റനുസരിച്ച് ഇരിക്കുമായിരിക്കും ചിലപ്പം ഈ ഒരു കാര്യം, അല്ലെങ്കിൽ ലൂണെ പുറത്താക്കാൻ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തീരുമാനിക്കാൻ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റുമായി സമ്മർ ഫുട്ബോൾ വീണ്ടും എത്താം.